ലക്ഷ്മി, ഒരതിഥിയുണ്ട്. നമ്മുടെ ഹെൽത്ത്. അകത്തിരിക്കാം. ഏയ്, എന്തിന്? നമുക്ക് ഇവിടെ ഇരിക്കാം. അതുമല്ല, എനിക്ക് ഉടനെ പോണം. ഡ്യൂട്ടി പുറത്താണേ. നിങ്ങൾ ആരോഗ്യ പ്രവർത്തകര് വീട്ടിൽ നിന്ന് ഇറങ്ങി വീട്ടിൽ തിരിച്ചു കയറുന്നത് വരെ ഡ്യൂട്ടി സമയമാണല്ലോ അല്ലേ? ഏയ്, അങ്ങനൊന്നുമില്ല. ആ, എവിടെ തന്റെ കുട്ടിപ്പെട്ടാളോ? ആ, അകത്തുണ്ട്. ആ, ചന്ദനേ വരുന്നച്ചാ. രാവിലെ അമ്മയും മക്കളും തിരക്കില്ല. ആഹാ, അങ്കിൾ ഇപ്പൊ വന്നു. ഇപ്പൊ വന്നതേ ഉള്ളൂ. ആ, ആ, വിവേക് മോക്ക് തരാൻ തന്നയച്ചതാ. ഹായ് മാക്ബത്ത്. ഹാംലെറ്റ് പറഞ്ഞിരുന്നല്ലോ, കൊണ്ടുവന്നില്ലേ അങ്കിൾ? ആഹാ, അവൻ നിർബന്ധിച്ചതുകൊണ്ടാ ഈ വഴിക്കായതുകൊണ്ട് ഞാനിത് വാങ്ങിയത്. ഇനി ഓംലറ്റും പുൾസയൊക്കെ വേണമെങ്കിലേ തന്നെ നേരെ അങ്ങ് വിളിച്ച് ചോദിച്ച് വാങ്ങിച്ചാ മതി. അങ്കിൾ ഏതായാലും ജോലിയുടെ ഭാഗമായിട്ട് വീട് വിടാന്തരം കയറിയിറങ്ങല്ലേ? അതിന്റെ ഇടയിൽ ഇതൊരു ബുദ്ധിമുട്ടാണോ? ഏയ്, ഒരു ബുദ്ധിമുട്ടുമില്ല. ഇവിടത്തേക്കുള്ള മല്ലി, മുളക്, വെളിച്ചെണ്ണ എന്ന് വേണ്ട എല്ലാത്തിനും ലിസ്റ്റും കുറിച്ച് തന്നേക്ക്. ഞാൻ വാങ്ങിച്ചോണ്ട് വരാം. എന്താ? അങ്ങനെ ആലോചിക്കുന്നതിൽ തെറ്റില്ലെന്നാ എന്റെ അഭിപ്രായം. ഒരു സൈഡ് വരുമാനം കൂടി ആവുമല്ലോ. ഒന്ന് ഓടി കാന്താരി അവിടെ. ഇവളുടെ ഒരു കാര്യം. അവളെന്തെങ്കിലും ഒപ്പിച്ചിട്ടാണോ പോയത്? ഞങ്ങളൊരു തമാശ പറഞ്ഞതാ. രാവിലെ അടുക്കളയിലെ തിരക്കിലായിരിക്കും. ഏയ്, മോന് പോകാനുള്ളതുകൊണ്ട് വേണ്ടതൊക്കെ ഒന്ന് ഒതുക്കി വെക്കുകയായിരുന്നു. ആ, ഞാനത് പറയാൻ മറന്നു. അവന് ബാംഗ്ലൂർ ഒരു കമ്പനി ജോലിയായി. താൽക്കാലിക മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്. പോക്കോട്ടെ എന്ന് ഞാനും കരുതി. അതിനെന്താ, അവിടെ നിന്നുകൊണ്ട് തന്നെ ഇതിനേക്കാളും നല്ലൊരു ജോലിക്ക് ശ്രമിക്കാലോ. സരിത എന്ത് പറയുന്നു? ആ, കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നിട്ട് പോയപ്പോ തന്നയച്ച സ്പെഷ്യൽ കടുമാങ്ങ അച്ചാറിന്റെ കൂട്ടൊന്ന് ചോദിച്ചോണ്ട് വരാൻ പറഞ്ഞു. അതൊക്കെ നിങ്ങൾ പെണ്ണുങ്ങൾ തമ്മിൽ ചോദിച്ചാ മതിയേ, എനിക്ക് വയ്യേ. എന്താ പുതിയ പ്രോഗ്രാം? മാർച്ച് മാസം 12-ാം തീയതി ദേശീയ മന്ദരോഗ നിവാരണ ദിനമായി ആചരിക്കുകയാണ്. അതിന്റെ പ്രചാരണ പരിപാടിയിലാണ് ഞങ്ങളിപ്പോ. ഹായ്, ഗുഡ് മോർണിംഗ് അങ്കിൾ. ഗുഡ് മോർണിംഗ്. അങ്കിൾ വന്നാൽ ഞാൻ അറിഞ്ഞിരുന്നു. രാവിലെ പുറപ്പെടുകയാണോ? കാറ് വർക്ക്ഷോപ്പിലാ. ഒരു ഫ്രണ്ട് കാറുമായി വരാമെന്ന് പറഞ്ഞിരുന്നു. വന്നിട്ട് ഇറങ്ങുന്നുള്ളൂ. അതിരിക്കട്ടെ, ഈ മന്ത് എല്ലാവർക്കും പിടിപെടാൻ സാധ്യത ഉണ്ടോ അങ്കിൾ? തീർച്ചയായും. ഇതിന്റെ ലഘുലേഖകളും വിവരങ്ങളും ഞാൻ രാജേന്ദ്രൻ തന്നിരുന്നല്ലോ. ഞാനത് അത്ര ഗൗനിച്ചില്ല. ഇപ്പൊ എനിക്ക് അതിന്റെ ഗൗരവം മനസ്സിലായി. ഒന്നുകൂടി പറയണം ദേവദാസ്. മകന്റെ കാര്യം വന്നപ്പോൾ തനിക്ക് ഗൗരവമായി. അതുകൊണ്ട് തന്നെ നാളത്തെ തലമുറയുടെ സംരക്ഷണം കൂടിയാണ് ഈ മന്ദരോഗ നിവാരണ യജ്ഞത്തിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഈ മന്ത് പകരുന്ന രോഗമാണെങ്കിൽ? അതെ, രോഗബാധിതരിൽ നിന്നും കൊതുക് വഴിയാണ് ഈ രോഗം പകരുന്നത്. മന്ത് മരണകാരണമാകാറില്ലെങ്കിലും അതുണ്ടാക്കുന്ന യാതനകൾ ജീവിതകാലം മുഴുവൻ നിലനിൽക്കും. ഇത് മരണത്തെക്കാൾ ഭയാനകമാണ്. ഈ രോഗം സർവ്വസാധാരണമായി കാണപ്പെടുന്നതല്ലോ. നാം ഇനിയും കരുതിയില്ലെങ്കിൽ അങ്ങനെ തന്നെ ആയിത്തീരും. ലോകത്തെല്ലായിടത്തും മന്ദരോഗമുണ്ട്. ഇതിൽ ഇന്ത്യ, ചൈന, ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലാണ് ഈ രോഗം കൂടുതലായി കാണപ്പെടുന്നത്. അതുമാത്രമല്ല, ലോകത്തുള്ള മന്ദരോഗികളിൽ 40% പേരും ഇന്ത്യയിലാണ് വസിക്കുന്നത്. ഈശ്വര, ഇതെല്ലാം ആരറിയുന്നു? ഹലോ, നീ ഇവിടെ എത്തി? കേരളത്തിൽ ഈ രോഗം ഒരുപാട് പേർക്കില്ലല്ലോ. ഉവ്വ്, കേരളത്തിൽ അനേകം ആളുകൾ മന്ദരോഗത്താൽ കഷ്ടത അനുഭവിക്കുന്നുണ്ട്. 2,85,00,000 ജനങ്ങൾ മന്ദരോഗം പിടിപെടാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലാണ് താമസിക്കുന്നത്. ഞാൻ പറഞ്ഞ സമയം കളയുന്നില്ല, എന്നിറങ്ങട്ടെ. അല്ല, ഇതിന്റെ കരുതലും പ്രതിവിധിയൊന്നും പറഞ്ഞില്ല. അപ്പൊ ശരിക്കും അറിയണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോ ദേവൻ പറഞ്ഞതനുസരിച്ച് നാം നമ്മുടെ വീടും പരിസരവും മാത്രം വൃത്തിയായി സൂക്ഷിച്ചാൽ പോരാ. നാം സഞ്ചരിക്കുന്ന ഏതൊരു സാഹചര്യത്തിലും കരുതലുള്ളവരായിരിക്കണമെന്നല്ലേ? അതെ. ഇതിന് ചികിത്സയൊന്നുമില്ലേ? രോഗം വരാതെ സൂക്ഷിക്കുക തന്നെയാണ് ഇതിന്റെയും പ്രാഥമിക ധർമ്മം. എന്ന് വെച്ചാ രോഗവാഹികളായ കൊതുകുകളിൽ നിന്നും സംരക്ഷണം നേടണം എന്നല്ലേ? അതെ. മാത്രമല്ല, DEC ആൽബൻഡസോൾ ഗുളികകൾ ഇന്ന് ഈ രോഗം വരാതിരിക്കാനുള്ള മുൻകരുതലായും ഉപയോഗിക്കാം. എല്ലാവരും ഈ ഗുളിക കഴിക്കണോ അങ്കിളെ?
2 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ, ഗർഭിണികൾ, പ്രായാധിക്യമുള്ളവർ, ഗുരുതരമായ രോഗമുള്ളവർ ഇവർ ഈ ഗുളിക കഴിക്കേണ്ടതില്ല. ഇന്ത്യയിൽ ഈ രോഗനിർമ്മാർജ്ജനത്തിൻ്റെ ഭാഗമായി വരുന്ന മാർച്ച് 12-ാം തീയതി ദേശീയ മന്ദരോഗ നിവാരണത്തിൻ്റെ ഭാഗമായി DEC ആൽബൻഡസോൾ ഗുളികകൾ സൗജന്യമായി വിതരണം ചെയ്യുന്നുണ്ട്. നമ്മളെല്ലാവരും ഈ മുൻകരുതൽ പ്രയോജനപ്പെടുത്തണം. അച്ഛാ, ദേ മനു വന്നു. ഹായ്. ആ മനു, ഒരു മിനിറ്റ്. താങ്ക് യു അങ്കിൾ. ഈ യാത്രയിൽ എന്റെ മുൻകരുതൽ ഇതാവട്ടെ. ആ മോനെ, ചെന്നാൽ ഉടനെ വിളിക്കാൻ മറക്കല്ലേ. വിളിക്കാമേ. അച്ഛാ, ആ അങ്കിൾ. ഓക്കെ. ചന്ദ്രൻ, ആ ബാഗ് എടുത്തോ. ആ പോട്ടേടി, വിളിക്കാം. അമ്മേ, ആ മാർച്ച് 12. ഞാൻ മാത്രമല്ല, നിങ്ങളും മറക്കരുത്. ഇന്ത്യയിൽ എവിടെയായിരുന്നല്ലോ. വരും തലമുറയ്ക്കായുള്ള കരുതലിൽ നിങ്ങളും പങ്കാളിയാവുക. മാർച്ച് 12 ദേശീയ മന്ദരോഗ നിവാരണ ദിനം.